നമസ്കാരം. നമ്മുടെ ഓണമുറ്റത്തെന്ന പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗങ്ങളൊന്ന് മനസ്സിൽ പതിപ്പിക്കാൻ ശ്രമിച്ചോ? എങ്ങനെയുണ്ട്? മനസ്സിലാകുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻസിലൂടെ കാര്യങ്ങൾ അറിയിക്കുക. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക്. നീളും മലയുടെ ചങ്ങല വട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിളു തുടുത്തും തെല്ലൊരു നാണത്തോട് പരുങ്ങി ഒരുങ്ങിടും ഓണക്കോടിയുടുത്തൊരുഷസേ പനിനീരാൽ കഴുകിക്കൂ കാലുകൾ. നീളും മലയുടെ ചങ്ങല വട്ടയിൽ. എന്താണ് നീളും മല? അതായത് കിഴക്കൻ മല. കിഴക്കൻ മലയിൽ നിന്ന് ചങ്ങലവട്ടയിൽ, കിഴക്കൻ മലയുടെ ചങ്ങലവട്ടയിൽ. ചങ്ങലവട്ട എന്ന് ഉദ്ദേശിച്ചേക്കണത് എന്താണെന്നറിയാമോ? അതായത് കിഴക്ക് നിന്ന് പ്രഭാത സൂര്യൻ ഉദിച്ചു വരുന്നു. അപ്പോൾ എങ്ങനെ നമ്മളതിനെ പറയണം? പ്രഭാത സൂര്യനാകുന്ന ചങ്ങല വിളക്കിൻ്റെ തിരുനാളം. കിഴക്കൻ മലയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരികയാണ്. അപ്പോൾ കിഴക്കൻ മലയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ പ്രഭാത സൂര്യനെയാണ് ചങ്ങല വിളക്കായിട്ട്. ചങ്ങല വിളക്ക് എന്ന് വെച്ചാൽ എന്താണ്? തൂക്ക് വിളക്ക്. അപ്പം ഈ ചങ്ങല വിളക്കിൻ്റെ തിരുനാളം നീട്ടാൻ പറഞ്ഞിരിക്കുന്നത് പ്രഭാത സൂര്യൻ പതുക്കെ ഉദിച്ചു വരുന്നു. അപ്പം കിഴക്കൻ മലയിൽ നിന്ന് ചങ്ങലവട്ടയുടെ തിരുനാളം നീട്ടൂ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രഭാത സൂര്യനാകുന്ന ആ തിരുനാളം പതുക്കെ 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 ഉദിച്ച് നല്ല വെളിച്ചമായി ഉച്ചയായി അങ്ങനെയാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിളു തുടുത്തും തെല്ലൊരു നാണത്തോട് പരുങ്ങി ഒരുങ്ങിടു ഓണക്കോടി ഉടുത്ത ഉഷസ്സേ. അപ്പം ഈ പാഠഭാഗത്ത് കിഴക്കൻ മലയിൽ നിന്ന് ചങ്ങലവട്ടയുടെ തിരുനാളം നീട്ടാൻ പറഞ്ഞിരിക്കുന്നത് പ്രഭാത സൂര്യൻ ഉദിച്ചു വരുമ്പോൾ, അതായത് ആ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ പ്രഭാത കന്യകയോടാണ് പറയുന്നത്. ചങ്ങലവിളക്കിൻ്റെ തിരുനാളം നീട്ടൂ. ചങ്ങലവിളക്കെന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? സൂര്യനെയാണ്. സൂര്യൻ ഉദിക്കുന്ന എവിടെ നിന്നാണ്? കിഴക്ക്. അപ്പം മനസ്സിലൊന്ന് പിക്ചറൈസ് ചെയ്ത് കാണുക. കിഴക്ക് ദിക്കിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്നു. ആ ചങ്ങലവട്ടയുടെ തിരുനാളം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ചു വരുന്നതിനെയാണ്. അപ്പോൾ ഒരു വിളക്ക് അതിൽ തിരുനാളം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല വെളിച്ചം കിട്ടണമെങ്കിൽ പതുക്കെ ആ തിരുനാളം നീട്ടിക്കൊടുക്കും. അപ്പം പ്രഭാത കന്യകയോട് ഒരുങ്ങി ഓമൽ കവിളക്ക് തുടുത്ത് നമ്മുടെ സൂര്യൻ്റെ തിരുനാളം നീട്ടിക്കൊടുക്കാൻ പറയുകയാണ്. കാരണം പ്രഭാതമായി ഓണാഘോഷത്തിനുള്ള സമയമായാലാണ് നമുക്ക് ഓണം ആഘോഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, പ്രഭാത സൂര്യനാകുന്ന ചങ്ങലവിളക്കിൻ്റെ തിരുനാളം ഇളം ചുവപ്പുള്ള വിരലാൽ നീട്ടിയും, കന്യകമാരുടെ കൈകളുടെ ആഗ്രഭാഗത്തിനൊക്കെ നല്ല ചുവപ്പ് നിറം എന്നാണ് പറയുന്നത്, മനോഹരമായി കവിളിത്തുടുത്തും അല്പം നാണത്തോടെ അതിഥിയെ സ്വീകരിക്കാൻ ഓണക്കോടി ഉടുത്ത് ഒരുങ്ങൂ ഉഷ കന്യകയെ, അല്ലയോ ഉഷസേ, അല്ലയോ പ്രഭാത കന്യകയെ എന്ന് പറയുന്നു. എന്നിട്ടോ പനിനീരാൽ കഴുകിക്കൂ കാലുകൾ. കാലുകൾ എങ്ങനെ കഴുകിക്കണം? പനിനീര് കൊണ്ട്. അതിഥിയാണ്, അതായത് അതിഥിയെ നമ്മൾ സൽക്കരിക്കേണ്ടത് എങ്ങനെയാണ്? ആർഷഭാരത സംസ്കാരം അനുസരിച്ച് അതിഥിയുടെ കാല് കഴുകിക്കേണ്ടത് എങ്ങനെയാണ്? അതിഥിയുടെ കാല് കഴുകിക്കേണ്ടത് വളരെ പനിനീര് കൊണ്ടാണ്. ഓക്കെ, ഇനി എന്ന് പറയുന്നു. എന്നിട്ടോ മണിപീഠത്തിലിരുത്തൂ മന്നനെ. മന്നനെ എവിടെ ഇരുത്തണം? മണിപീഠത്തിലിരുത്തൂ. മലയാള തറവാട്ടിനങ്കണ മണിപീഠത്തിലിരുത്തൂ. ഞങ്ങളുടെ കൊച്ചു കിനാവുകൾ തേടിയലഞ്ഞ് മലർക്കളം എഴുതി കാത്തോരർജനെ പനിനീരാൽ കാൽ കഴുകിച്ച്. അതായത് ഓണമാണ്. അപ്പോൾ ഓണത്തപ്പൻ്റെ കാല് പനിനീര് കൊണ്ട് കഴുകിച്ച് മലയാള തറവാടിൻ്റെ മണിപീഠത്തിലിരുത്തൂ. മണിപീഠം, മലയാള തറവാടിൻ്റെ മണിപീഠത്തിലിരുത്താൻ പറയുന്നത് ഓണത്തപ്പനെയാണ്. എന്നിട്ടോ കൊച്ചു കിനാവുകൾ തേടിയലഞ്ഞ് മലർക്കളം എഴുതി കാത്തോരരജനെ. ഒരു കൊല്ലം മുഴുവൻ ഞങ്ങൾ കാത്തിരുന്നതാണ്. മലർക്കളം, പൂക്കളം ഒരുക്കി വെച്ച് ഞങ്ങൾ കാത്തിരുന്നതാണ് ആ രജൻ, രാജാവ്, നൃപൻ, മന്നവൻ എന്നൊക്കെ പറയും. അപ്പോൾ പനിനീര് കൊണ്ട് കാൽ കഴുകിച്ച് മലയാള തറവാട്ടിൻ്റെ അങ്കണ മണിപീഠത്തിൽ ഇരുത്തൂ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കവി പറയാണ്, പഴയൊരു അതുവരെ എന്താണ് ഓണത്തിൻ്റെ ആഗമനം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മലയാള നാട്ടിൻ്റെ വായുവിൽ ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ പറയാം. മലയാള തറവാട്ടിൻ്റെ വായുവിൽ
എന്താണ് മലയാള തറവാട്ടിൽ വീശുന്ന കാറ്റ്, വായു, കാറ്റിന് പോലും മധുരോദാരമായ വളരെ വളരെ ശ്രേഷ്ഠവും മധുരവുമായ വികാരമുണ്ട്. മഞ്ഞാൽ ഈറനൊടുത്ത പരിശുദ്ധമായൊരു ഭാവമുണ്ട്. പിന്നെ പ്രകൃതിക്ക് വരുന്ന മാറ്റം, മലരിൻ കൂടെ നിറച്ച് നിൽക്കുകയാണ് മേടുകൾ തോറും ഇവിടെ തുമ്പകൾ. ഇനി അടുത്തത് പറയുന്ന ആരാണ്? അതായത് തിരികൾ തീർത്ത് കൊളുത്താനുള്ള മുഹൂർത്തം കാത്ത് കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ കാത്തിരിക്കുകയാണ് ആര്? മുക്കൂറ്റികൾ. പിന്നെ പറയുന്നത് ഉറങ്ങാതെ വയലേലകൾക്ക് നടുവിൽ എരിയുന്ന പുൽക്കിഴിയുമായി ഓണത്തപ്പനെ വരവേൽക്കാനിരിക്കുന്നു നെയ്യാമ്പലുകൾ. രാത്രി എന്തു ചെയ്യുന്നു? കമുകിൻ പൂവരി പോലെയുള്ള നിറനിലാവ് പൊഴിച്ച വഴിയിലൂടെ എഴുന്നള്ളി വരികയാണ് ഓണത്തപ്പൻ. എന്നിട്ടോ ഓണത്തപ്പൻ വരുമ്പോൾ നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാൽ പറ്റില്ല. ആർപ്പു വിളിക്കുവിനുണ്ണികളെ അലകടലേ മേന്മേൽ ആർപ്പു വിളിക്കുവിനുണ്ണികളെ അലകടലെ. അതായത് ആരോടാണ് ആർപ്പു വിളിക്കാൻ പറയുന്നത്? ഉണ്ണികളോടും അലകടലിനോടും. കുരവയിടു കൊച്ചരുവികളെ ചെറുകന്യകളെ. ഇതിലും നല്ലൊരു അതിഥി നമുക്ക് വരാനില്ല എന്ന് പറയുന്നു. എന്നിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക്, കഴിഞ്ഞ ക്ലാസ്സിലേതാണ്, ഇന്നത്തെ ക്ലാസ്സിലെ ഭാഗത്ത് വീണ്ടും പറഞ്ഞത് എന്താണ്? കിഴക്ക് നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടി ഓമൽ കവിളു തുടുത്ത് പരുങ്ങി ഒരുങ്ങിടൂ ഓണക്കോടി ഉടുത്തൊരുഷസേ. പനിനീരാൽ കഴുകിക്കൂ കാലുകൾ മണിപീഠത്തിലിരുത്തൂ മന്നനെ. മലയാള തറവാടിനങ്കണ മണിപീഠത്തിലിരുത്തൂ ഞങ്ങളുടെ കൊച്ചു കിനാവുകൾ തേടി അലഞ്ഞ് മലർക്കളമെഴുതി കാത്തോരർജനെ. കിഴക്കൻ മലയുടെ ചങ്ങലവട്ടയുടെ തിരുനാളം നീട്ടിക്കൊടുക്കൂ അല്ലയോ ഉഷസേ. കാരണം ഓണം ആഘോഷിക്കണമെങ്കിൽ പ്രഭാതം നല്ലവണ്ണം എത്തിക്കഴിയണം. അപ്പം അതിനുവേണ്ടി പറയുകയാണ് ഓമൽ കവിള് തുടുത്ത്. അതായത് ഇളം സൂര്യൻ്റെ വെളിച്ചത്തിന് ഒരു ഇളം ചുവപ്പ് നിറമാണ്. അതുകൊണ്ട് തന്നെ പ്രഭാതകന്യയുടെ കവിളുകൾക്കും ഇളം ചുവപ്പ് നിറമാണുള്ളത്. അപ്പോൾ ഓണത്തപ്പനെ എതിരേൽക്കാൻ വേണ്ടി പനിനീര് കൊണ്ട് കാല് കഴിച്ച് അതുപോലെ കവിളൊക്കെ തുടുത്ത് എന്താണ് നമ്മുടെ ഓണത്തപ്പനെ എതിരേൽക്കൂ, പനിനീര് കൊണ്ട് കാല് കഴിയിക്കൂ. എന്നിട്ട് എവിടെ ഇരുത്തണം? മലയാള തറവാടിൻ്റെ അങ്കണ മണിപീഠത്തിലിരുത്തു ഞങ്ങൾ മലർക്കളം എഴുതി കാത്ത ഞങ്ങളുടെ അരജനെ രാജാവിനെ എന്നാണ് പറയുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാവരും നന്നായി മലയാളം പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു.